മുസ്ലിം ലീഗ് കുറച്ചു കാലമായി CH മുഹമ്മദ് കോയ സാഹിബിന് ശേഷം, കൊരമ്പയിൽ അഹമ്മദ് ഹാജിക്ക് ശേഷം, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ എന്തിനാണ് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത്? ഞാൻ പെണ്ണ് പിടിച്ചിട്ടാണോ? ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ലീഗിൽ നിന്ന് നടത്തിയിട്ടാണോ? ഞാൻ വലിയ ബിൽഡിംഗ്, സ്വർഗീയ സമാനമായിട്ടുള്ള കൊട്ടാരം വീടായിട്ട് പണിതു എന്ന ആക്ഷേപം കിട്ടിയിട്ടാണോ എന്നെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത്? 5.5 ലക്ഷം രൂപ ശമ്പളം ഇവിടെ ഞാൻ പ്രവർത്തിക്കുമ്പോ ദുബായിലെ കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടി എന്ന ആരോപണം ഉണ്ടായതിനെ തുടർന്നാണോ എന്നെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത്? ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളിൽ പാവപ്പെട്ട ലീഗിന്റെ സമ്പന്നരായിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ചും ചതിച്ചും പങ്കാളിയായി എന്ന ആരോപണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് കിട്ടിയതിന്റെ വെളിച്ചത്തിലാണോ ഈ വിനീതനെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എന്നെ പാർട്ടി പുറത്താക്കിയത്? ആയിരുന്നില്ല കൂട്ടരെ. ഗുജറാത്തിൽ കലാപമുണ്ടായത് നമുക്കറിയാം. 100 കണക്കിന് മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ട കലാപം, 1000 കണക്കിന് മുസ്ലിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട കലാപം, എത്രയോ മനുഷ്യരുടെ വീടുകൾ ചുട്ടരിക്കപ്പെട്ട കലാപം. ആ കലാപത്തെ തുടർന്ന് പലരും പിരിവ് നടത്തി. അന്ന് ഞാൻ എതിർപക്ഷത്തായിരുന്നു CPIM-ന്റെ. CPIM പിരിവ് നടത്തി. അവരേതാണ്ട് 50ഓളം ഫ്ലാറ്റുകൾ ഗുജറാത്തിൽ ഉണ്ടാക്കി കലാപബാധിതർക്ക് നൽകുന്ന ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ദേശാഭിമാനിയിലല്ല, അന്ന് മനോരമയിൽ MA ബേബിയാണ് ആ വീടുകൾ സമർപ്പിച്ചത് എന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. മുസ്ലിം ലീഗും ഗുജറാത്ത് ഫണ്ട് സമാഹരിച്ചിരുന്നു. 2 വർഷം കഴിഞ്ഞു കലാപം കഴിഞ്ഞിട്ട്. എന്തേ മുസ്ലിം ലീഗ് പിരിച്ച പണം കൊണ്ട് അവിടെ ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തില്ല എന്ന് ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ചോദിച്ചു. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ലീഗിന് കഴിഞ്ഞില്ല. 50 ഫ്ലാറ്റുകൾ CPIM ഉണ്ടാക്കി കൊടുത്തു. അവിടെ അവരുടെ പോലും പ്രതിബദ്ധത എന്തേ ലീഗ് പുലർത്താത്തത് എന്ന് ചോദിച്ചു. നേതൃത്വം മിണ്ടിയില്ല. ഒരക്ഷരം എന്റെ പ്രതികരണത്തോട് പ്രതികരിച്ചില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, സുനാമി ഫണ്ട് നമ്മൾ ആർക്കാണ് കൊടുത്തത്? മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ? അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. സുനാമി ഫണ്ട് വലിയ തോതിൽ പിരിവിച്ചു. എന്നിട്ട് അവസാനം 5 ലക്ഷം രൂപ ഞാനിത് പറഞ്ഞതിന് ശേഷം കൊടുത്തു. 5 ലക്ഷം രൂപ അന്നും മുസ്ലിം ലീഗ് പിരിച്ചാൽ കോടികൾ കിട്ടും, പ്രത്യേകിച്ച് ദുരന്തവുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് സുനാമി ഫണ്ട് 5 ലക്ഷം രൂപ കൊടുത്തു. ഞങ്ങൾ അങ്ങനെ പിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചന്ദ്രികയിൽ വന്ന വാർത്ത സഹിതം ജനങ്ങളെ കാണിച്ചു. ഒരു മറുപടിയും മുസ്ലിം ലീഗിന് പറയാനുണ്ടായിരുന്നില്ല. ഗുജറാത്ത് ഫണ്ടും സുനാമി ഫണ്ടും ചോദിച്ചു എന്ന് മാത്രമല്ല, കരിമണൽ ഖനനം അത് സർക്കാരിന്റെ സംവിധാനത്തിലാവണം, അതിനാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കേണ്ടത് എന്ന് പരസ്യമായി ഞാൻ അന്ന് അഭിപ്രായം പറഞ്ഞു. അതിന്റെ പേരിലാണ് എന്നെ പുറത്താക്കിയത് മുസ്ലിം ലീഗിൽ നിന്ന്. അതിനുശേഷം പിന്നീട് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, പിരിവെടുത്ത് സംഖ്യ സമാഹരിച്ച് അത് ചെലവാക്കാൻ ലീഗിന് കഴിയില്ലെങ്കിൽ ലീഗ് അതിന് മുതിരരുത്, ലീഗ് അതിന് തയ്യാറാവരുത്. 10 പൈസ പിരിച്ചാൽ ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസപ്രകാരം പടച്ച തമ്പുരാനോട് മറുപടി പറയേണ്ടതാണ്. അതുകൊണ്ട് ലീഗ് പിരിച്ചില്ലെങ്കിൽ ആരും ചോദിക്കില്ല എന്തേ പിരിച്ചില്ല എന്ന്. പക്ഷെ പിരിഞ്ഞു കിട്ടിയത് ചെലവാക്കിയില്ലെങ്കിൽ നാട്ടുകാരും നാഥനും ചോദിക്കും മുസ്ലിം ലീഗിനോട്, ലീഗിന്റെ നേതൃത്വത്തോട്, എന്തേ നിങ്ങൾ അനാഥകൾക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ച പണം ചെലവാക്കിയില്ല എന്ന്. അതുകൊണ്ട് ലീഗ് പിരിക്കരുത് ദയവായിട്ട്.
പിരിച്ചത് ചെലവാക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നില്ലെങ്കിൽ, ആ വലിയ ധർമ്മവും ഉത്തരവാദിത്തവും നിർവഹിക്കാൻ ലീഗിന് കഴിയുന്നില്ലെങ്കിൽ, ലീഗ് ദയവായിട്ട് അത് ചെയ്യരുത് എന്നാണ് അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അവസാനമായിട്ട് പറഞ്ഞത് ഞാൻ. അതിന്റെ പേരിലാണ് എന്നെ പടിയടച്ച് പിണ്ടം വെച്ചത്. അല്ലാതെ ലീഗിൽ നിന്ന് ഞാൻ തെറ്റിപ്പോന്നതാണോ? മുസ്ലിം ലീഗിൽ നിന്ന് എന്തെങ്കിലും പദവികൾ കിട്ടാത്തതിന്റെ പേരിൽ രാജിവെച്ചു പോന്നതാണോ ഞാൻ? എന്നെ ചവിട്ടി പുറത്താക്കി. ഇങ്ങനെയുള്ളവർ ലീഗിൽ പറ്റില്ല, കണക്ക് ചോദിക്കുന്നവർ ലീഗിൽ വേണ്ട എന്നാണ് അന്ന് ലീഗ് തീരുമാനിച്ചത്. ലീഗ് അതിപ്പോഴും തുടരുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് പല കാര്യങ്ങളിലും ഉണ്ടായത്. കത്തുവ ഉന്നോവ ഫണ്ട് ദുർവിനിയോഗം ചെയ്തു. 5 ലക്ഷം രൂപയാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് കൊടുത്തത് എന്ന് യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ തന്നെ വെളിപ്പെടുത്തി. അപ്പൊ ചോദിക്കും, നീ എന്തിനാണ് ലീഗിന്റെ കാര്യം നോക്കണത്? നോക്കണം. കാരണം ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിരിച്ച പണം ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എല്ലാ വിശ്വാസികളുടെയും ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കാൻ എന്താണ് ലീഗിനും യൂത്ത് ലീഗിനും സാധിക്കാത്തത്? എന്താ കഴിയാത്തത്? കത്തുവ ഉന്നോവ ഫണ്ടിൽ വലിയ കൃത്രിമം നടന്നു. അതുപോലെ തന്നെ ധോത്തി ചാലഞ്ച്. പലരും ചോദിച്ചു എന്നോട്, ലീഗുകാര് 600 രൂപ കൊടുക്കുന്നതിൽ നിങ്ങൾക്കെന്താ പ്രശ്നം? അതിൽ എത്ര രൂപ ലീഗ് എടുത്താൽ നിങ്ങൾക്കെന്താ? ഞങ്ങൾക്കൊരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ലീഗിന് വേണ്ടി എത്ര രൂപ നിങ്ങൾ എടുത്തു അത് പറയടോ. അതെന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? 600 രൂപയുടെ തുണി കൊടുക്കുമ്പോ യൂത്ത് ലീഗ് എന്ന് പറഞ്ഞത് ഞങ്ങൾ സമ്മാനമായി ഗിഫ്റ്റായി ഒരു മുണ്ട് കൊടുക്കും എന്നാണ്. രാംരാജിന്റെ ഒരു മുണ്ട് കൊടുക്കും. അതിന്റെ ഗുണഗണങ്ങളൊക്കെ അവർ പറഞ്ഞു. 2,72,000 ധോത്തികളാണ് രാംരാജിൽ നിന്ന് വാങ്ങിയത്. ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ ആ തുണിയുടെ മുകളിൽ 730 രൂപ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചത് എന്തിനാണ്? എടോ, സമ്മാനം കൊടുക്കുമ്പോ ആരെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കോ? ഉള്ള സ്റ്റിക്കർ നമ്മൾ പറിച്ച് കളയല്ലേ ചെയ്യ. ഇതിന്റെ വില കൂടിയാലും കുറഞ്ഞാലും കിട്ടുന്നയാൾക്ക് അറിയാൻ പാടില്ല എന്നുള്ളതല്ലേ നമ്മൾ തീരുമാനിക്കുക. അതിന് പകരം 150-200 രൂപയുടെ തുണി വാങ്ങി 400 രൂപയാണ് എന്ന് കള്ളം പറഞ്ഞ് 200 രൂപ പാർട്ടിക്കെടുത്ത് കള്ളത്തരം കാണിച്ചപ്പോ അത് വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് എന്നോട് പറഞ്ഞത് മുസ്ലിം യൂത്ത് ലീഗിലെ എന്റെ സഹപ്രവർത്തകരാണ്. മുസ്ലിം യൂത്ത് ലീഗിൽ നേരത്തെ ഉണ്ടായിരുന്നവർ, ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ, അവരുമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമാണ്. കാരണം അവരുമായി എനിക്ക് ബന്ധവിച്ഛേദം നടത്തേണ്ട കാര്യമില്ല. എന്താണ് ധോത്തി ചാലഞ്ചിന്റെ കാര്യത്തിൽ നടന്നത്? 100 രൂപ വ്യത്യാസം വന്നാൽ 2,72,00,000 രൂപയാണ് ആകുന്നത്. 2,72,000 തുണികളാണ് ഇവർ വാങ്ങിയത്. എന്നിട്ട് 600 രൂപ വാങ്ങി. ആ 600 രൂപയിൽ 100 രൂപ വ്യത്യാസം വന്നാൽ 100 രൂപക്ക് വാങ്ങിയ സാധനം 200 രൂപയാണ് എന്ന് പറഞ്ഞാൽ മറിയുന്നത് എത്ര രൂപയാണ് എന്നറിയുമോ നിങ്ങൾക്ക്? 2,72,00,000 രൂപ. 6 കോടി രൂപ മറിച്ചു. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എന്ന് ഞാൻ ആരോപിച്ചാൽ അതിനും മറുപടി ആണത്വമുണ്ടെങ്കിൽ പറയേണ്ടത്, ഇതടോ, ഞങ്ങള് രാംരാജിൽ നിന്ന് തുണി വാങ്ങിയപ്പോ കിട്ടിയ ബില്ല് ഞങ്ങളിത് നാടിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, നാട്ടുകാർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇന്നുവരെ, ഈ നിമിഷം വരെ ധോത്തി ചാലഞ്ചിൽ 2,72,000 തുണി രാംരാജ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയത് എത്ര രൂപക്കാണ് എന്ന് ഇവർ ആ ബില്ല് കൊണ്ടുവരാൻ എന്താ തയ്യാറാവാത്തത്? എനിക്ക് കാണിച്ചു തരണ്ട, നാട്ടുകാരോട് പറ. അവർക്കൊരു സംശയം വന്നല്ലോ ഇപ്പോ. എത്ര രൂപ നിങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി എടുത്തു അതറിഞ്ഞാൽ മതി. അതിന്റെ മറവിൽ നിങ്ങൾ മുക്കി. എന്നിട്ട് ആ പണം ഗൾഫിൽ കൊണ്ടുപോയി പല പല ബിസിനസ്സുകളിൽ നിങ്ങൾ ഇറക്കി. പി കെ ഫിറോസിന്റെ പിതാവ്
ഒരു KSRTC റിട്ടയർഡ് ഡ്രൈവറാണ്. അദ്ദേഹത്തിന് പരമ്പരാഗതമായി ഒരു സ്വത്തുമില്ല. സ്വർഗീയ സമാനമായിട്ടുള്ള കൊട്ടാരം കണക്കിയുള്ള വീട് പണിതു. എവിടെ നിന്ന് കിട്ടി പണം? അത് പറയാൻ ബാധ്യസ്ഥനാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഇപ്പോൾ പണിത വീട് പണിതത്. ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോ ലക്കോട്ടിൽ പണമിട്ട് 1 രൂപ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ? എനിക്കിത് പരസ്യമായി പറയാൻ കഴിയും. യൂത്ത് ലീഗിന്റെ എത്ര ഇപ്പോഴത്തെ നേതാക്കൾക്ക് ഇത് പരസ്യമായിട്ട് പറയാൻ പറ്റും? ആരെയും പറ്റിച്ചിട്ടില്ല, വഞ്ചിട്ടിട്ടില്ല, ഒരാളുടെയും ഓശാരം വാങ്ങിയിട്ടില്ല, ഒരു മുതലാളിയുടെ കയ്യിൽ നിന്നും 5 രൂപ പറ്റിയിട്ടില്ല എന്ന് എത്ര ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കൾക്ക് അവകാശപ്പെടാൻ വേണ്ടി പറ്റും? യൂത്ത് ലീഗിന്റെ പഴയ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു സംഭവം ഏതെങ്കിലും ഒരു ലീഗുകാരൻ പറയട്ടെ, ഞാൻ അവർ പറയുന്നത് കേൾക്കും. ആർക്കും സംശയം വേണ്ട. ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരെ തുറന്നു കാട്ടുക. ഗൾഫിൽ ജോലി, നാട്ടിൽ സംഘടനാ പ്രവർത്തനം, 5.25 ലക്ഷം രൂപ ശമ്പളം. വെറുതെ പറഞ്ഞതല്ല, ജോബ് കാർഡിന്റെ ഒറിജിനൽ കോപ്പി പത്രക്കാർക്ക് കൊടുത്ത് പറഞ്ഞതാണ്. മറുപടി ഉണ്ടോ? ഇല്ല. എമ്മി എന്ന് പറയുന്ന കൊപ്പത്തെ 40 ലക്ഷം രൂപ ഒരു ഔട്ട്ലെറ്റിന് വേണ്ടി വരുന്ന സ്ഥാപനം, അതിൽ താൻ ഷെയർ ഉണ്ട് എന്ന് സമ്മതിച്ചില്ലേ? ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റ്? 40 ലക്ഷം രൂപയുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ വേണ്ടേ? എടോ, നിയമാനുസൃതമാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ പേരിൽ തുടങ്ങുന്നത് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയൂ? PV അബ്ദുൽ വഹാബിന് വ്യവസായ സ്ഥാപനങ്ങൾ തന്റെ സ്വന്തം പേരിലുണ്ടല്ലോ. അദ്ദേഹം ബിനാമിയുടെ പേരിലല്ലല്ലോ വാങ്ങിയത്, സ്വന്തം അനുജന്മാരുടെ പേരിൽ, സ്വന്തം മക്കളുടെ പേരിൽ. ലീഗിന്റെ എത്രയോ നേതാക്കന്മാർക്കില്ലേ വ്യവസായ സ്ഥാപനങ്ങൾ, കച്ചവട സംരംഭങ്ങൾ? ഞങ്ങൾ തെറ്റു പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു? അവരൊക്കെ ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയതാണത്. അവരാരും ബിനാമിമാരുടെ പേരിൽ ഒരു ബിസിനസ്സിലും പങ്കാളിയായിട്ടില്ല. എന്നാൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫിറോസ് എത്ര ബിസിനസ്സിലാണ് മറ്റുള്ളവരുടെ പങ്കാളിത്തത്തിൽ അവരുടെ പേരിൽ ഷെയർ ഉടമയായിരിക്കുന്നത്? കോഴിക്കോട്ടെ എമ്മിയുടെ ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റ് എന്റേതാണ്, അദ്ദേഹം പറയുകയാണ്. ഗൾഫിൽ ബിസിനസ് ഉണ്ടോ? ഇവിടെ തന്നെ മറ്റു ബിസിനസ്സുകൾ. പ്രൊജക്ട് വില്ല പ്രൊജക്ട് ഒക്കെ തുടങ്ങുന്നത് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ആളുകളല്ലേ? ബ്ലൂഫിൻ എന്ന് പറയുന്ന പേരിൽ ഒരു വില്ല പ്രൊജക്ട്, അതുപോലെ തന്നെ ബ്ലൂഫിൻ ട്രാവൽസ്, ദുബായിൽ ബ്ലൂഫിൻ ടൂറിസം LLC, ദുബായിൽ തന്നെ ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ LLC. ഇതിലൊക്കെ പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്തേടോ നിഷേധിക്കാതിരുന്നത്? ഈ തിരൂരങ്ങാടിയിൽ വന്നിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ കൂടിയ ലീഗിന്റെ പ്രവർത്തകരോട് പറഞ്ഞോ ഫിറോസ് എനിക്ക് അങ്ങനെ ഒന്നുമില്ല എന്ന്? എന്നിട്ട് യൂത്ത് ലീഗ് പ്രവർത്തകരോട് ഒരു ഉപദേശം. എന്താ ഉപദേശം? ഉപദേശം മറ്റൊന്നുമല്ല, നിങ്ങളൊക്കെ ബിസിനസ് ചെയ്യണം. എല്ലാവരും ബിസിനസ് ചെയ്യണം എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവനവന്റെ പണം കൊണ്ടാവണം. മറ്റുള്ളവരെ പറ്റിച്ചും സംഘടനയുടെ പണം മുക്കിയും ഉണ്ടാക്കുന്ന നിക്ഷേപം കൊണ്ടാവരുത് ഒരു ബിസിനസ്സും നടത്തുന്നത് എന്നുള്ളതിൽ എന്തെങ്കിലും സംശയം ലീഗ് പ്രവർത്തകർക്കുണ്ടോ? ഇവരൊക്കെ ഇപ്പോ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ എന്താ കരുതുക? CH മുഹമ്മദ് കോയ സാഹിബൊക്കെ ഒരു പോയത്തക്കാരനായിരുന്നു എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ CH, ഉപമുഖ്യമന്ത്രിയായ CH, MP ആയ CH, ആ CH മരിക്കുമ്പോ CHന്റെ വീട് പണയത്തിലായിരുന്നു എന്നല്ലേ നമ്മൾ കേട്ടത്? ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദിരാശിയിൽ കാമരാജ് എന്ന് പറയുന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോ തന്റെ വീട്ടിൽ അയാൾക്ക് ഇരിക്കാൻ വേണ്ടി കൊടുക്കാൻ ഒരു കസേര പോലും ഉണ്ടായിരുന്നില്ല എന്ന് ആവേശത്തോടെ ലീഗുകാർ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ?
ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഒരുപാട്. അതാണ് ലീഗ്. ഒരുപാട് ബിസിനസ്സുകൾ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക അടിത്തറയും ഇല്ലാത്ത ഒരാൾ ആരംഭിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അവിഹിതമുണ്ട് എന്ന് കരുതുക സ്വാഭാവികമാണ്. എന്താണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ്? ഇദ്ദേഹത്തിന്റെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ ഹവാല ബിസിനസ് ആണ് നടക്കുന്നത്. റിവേഴ്സ് ഹവാലയാണ് നടക്കുന്നത്. വളരെ ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഫിറോസ് പറയട്ടെ ആ ബിസിനസ് സ്ഥാപനത്തിൽ എന്തൊക്കെ ബിസിനസ്സുകളാണ് നടക്കുന്നത് എന്ന്. ഒരു ഓഫീസ് പോലും അതിന് ദുബായിലില്ല. 3 മാനേജർമാര് മാത്രമാണുള്ളത്. 3 മാനേജർമാരുള്ള, ഒരു സെയിൽസ്മാൻ ഇല്ലാത്ത, ഒരു സ്വീപ്പർ ഇല്ലാത്ത, ഒരു ക്ലാർക്ക് ഇല്ലാത്ത ലോകത്തിലെ ഏക കമ്പനി 5.25 ലക്ഷം രൂപയാണ് മാസം ഇന്ത്യയിൽ നിൽക്കുന്ന ഫിറോസിന് കൊടുക്കുന്നത്. ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് NRI അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തിനും ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് കൊടുത്തുകൊള്ളണം. ടാക്സ് കൊടുത്തോ ഫിറോസ്? 2018 മുതൽ ഈ ജോലിയുണ്ട്, ഗൾഫിലെ ജോലി. 2019 ഡിസംബർ വരെ, 2020 ഡിസംബർ വരെ അത് തുടർന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടും എന്ന് ലീഗിലെ പരമോന്നത നേതാവ് ഫിറോസിന് ഉറപ്പ് കൊടുത്തിരിക്കണം. ഫിറോസ് എന്ത് പറഞ്ഞു? ഇനി തൽക്കാലം ഒരു 4 മാസത്തേക്ക് വേണ്ട. എന്ത്? ജോബ് വിസ. നോമിനേഷൻ കൊടുത്തു. നോമിനേഷനിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തണം. 2018 മുതൽ 2020 ഡിസംബർ മാസം വരെ 5.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയ ഫിറോസ് എത്ര ലക്ഷം രൂപ തന്റെ ആസ്തിയിൽ രേഖപ്പെടുത്തണം? പക്ഷേ രേഖപ്പെടുത്തിയത് 67 ലക്ഷം രൂപ. എന്നിട്ട് പറഞ്ഞു എനിക്ക് 47 ലക്ഷം രൂപ കടമുണ്ട്. എന്തൊരു കള്ളത്തരം! തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വഞ്ചിക്കുക, ചതിക്കുക, ഇതൊക്കെ ഒരു പൊതുപ്രവർത്തകന്, പ്രത്യേകിച്ച് ലീഗിന്റെ ഒരു നേതാവിന് ഭൂഷണമാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രാജ്യത്തിന് പുറത്തും ഇത്രമാത്രം ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്താ അദാനിയുടെ പേരക്കുട്ടിയാണ്? അദാനിയുടെ പേരക്കുട്ടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരുപാട് ബിസിനസ്സുകളൊക്കെ തുടങ്ങാം. എന്നിട്ട് ഈ യൂത്ത് ലീഗുകാരും ലീഗുകാരും അതിനിപ്പോ എന്താ, ഓനക്കൊരു ഞഴമ്പത്തുണ്ടാകണേന് ജലീലിന് എന്താ പത്ര അസൂയ? എടോ ഉണ്ടായിക്കോട്ടെ, ഞമ്മക്ക് അസൂയൊന്നുമില്ല, എനിക്കൊരസൂയില്ല. പക്ഷെ ആരാന്റെ പണം കൊണ്ടാവരുത് ഈ നെതളിപ്പ്. മറ്റുള്ളവനെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടുമാകരുത്. മുസ്ലിം ലീഗിനെ വിറ്റ് കാശാക്കിയിട്ടാകരുത് ഈ ബിസിനസിന്റെ തുടക്കം. എത്രയോ പാവപ്പെട്ട ലീഗുകാരില്ലടോ, യൂത്ത് ലീഗുകാരില്ലേ? അവരൊക്കെ ഈ സംഘടനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത് ഒന്നും കിട്ടില്ല എന്നുള്ള ഉറപ്പിലാണ്. ഒരു കാലത്തും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവില്ല എന്ന് കരുതുന്ന എത്രയോ പ്രവർത്തകന്മാർ, അവരുടെ ചോരയാണടോ നിങ്ങളെപ്പോലുള്ളവർ കുടിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത്. അത് ഭൂഷണവും ശരിയുമാണോ? ആലോചിക്കണം. ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാൻ പിന്നീട് കോളേജ് അധ്യാപകനായി. 12 കൊല്ലം കോളേജ് അധ്യാപകനായ എന്നോടാണ് പറയുന്നത്, ജലീലും എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം. വേണ്ട മോനെ, ആ ഉപദേശം എനിക്ക് വേണ്ട. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, കോളേജിൽ അധ്യാപകനായിരുന്നു. നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ബിസിനസ് ചെയ്താൽ പടച്ചവൻ ഇവിടെ പിടിക്കും. അത് പിടിക്കും, ഒരു സംശയവും വേണ്ട. സാധാരണ പറയാറുണ്ട്, പടച്ചവനെ പേടിച്ചില്ലെങ്കിലും പടപ്പുകളെയെങ്കിലും പേടിക്കണ്ടേ എന്ന്. രണ്ടിനും പേടില്ലാത്ത സൈസുകളാണ് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതൃപദവിയിലിരിക്കുന്ന പല മുഖ്യന്മാരും എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്കതിയായിട്ടുള്ള ദുഃഖമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ പ്രശ്നം പറഞ്ഞപ്പോൾ, ഈ കാര്യങ്ങളൊക്കെ
സമൂഹ മധ്യത്തിൽ ഉണർത്തിയപ്പോ എനിക്കെതിരെ ഒരാരോപണം. അങ്ങനെ ഇരിക്കട്ടെ, ഒന്നിങ്ങോട്ട് പറയുമ്പോ ഒന്നങ്ങോട്ട്. ഞാൻ മാത്രമല്ല മോശക്കാരൻ, അവനും മോശക്കാരനാണ് എന്ന് വരുത്താൻ മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തത്, അതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തതിന്റെ നാൾ വഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം. 12/10/2012 ഡേറ്റ് ഓർക്കണം. 2011 UDF ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നത്. 2006 മുതൽ 2011 മാർച്ച് വരെ VS സർക്കാർ ആയിരുന്നു ഭരിച്ചിരുന്നത്. ഏപ്രിൽ തെരഞ്ഞെടുപ്പ് നടന്നു. മെയ് മാസത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. 2011 മെയ് മാസം മുതൽ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് ഭരിച്ചത്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല രൂപീകൃതമായത് 12/10/2012 31/10/2012 ഈ മലയാള സർവകലാശാലയുടെ മെയിൻ ക്യാമ്പസ് സ്ഥാപിക്കാൻ വേണ്ടി ആദവനാട്, നടുവട്ടം വില്ലേജുകളിലായി 100 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. UDFന്റെ സർക്കാർ. ആ ഉത്തരവനുസരിച്ച് ആദവനാട്ടെ ഭൂമി അളക്കാൻ വേണ്ടി സർവേ ടീം UDFന്റെ ഭരണകാലത്ത് ആദവനാട്ട് പോയി. അവിടെ മുസ്ലിം ലീഗുകാരും നാട്ടുകാരും ഒരുമിച്ച് ചേർന്ന് ആ സർവേ സംഘത്തെ ആട്ടിപ്പായിച്ചു. ആ ഭൂമിയിലേക്ക് കടക്കാൻ വരെ അനുവദിച്ചില്ല അവരെ, ഈ സർവേക്കാരെ. ആ വിവരം ജില്ലാ കളക്ടർ അന്നത്തെ UDFന്റെ ഭരണകാലത്തെ വൈസ് ചാൻസലറായി നിയമിതനായ ജയകുമാറിനെ കത്തിലൂടെ അറിയിച്ചു. തുഞ്ചംപറമ്പിനടുത്തുള്ള ഏറ്റിരിക്കടവിലെ 10 ഏക്കർ ഭൂമി അന്നത്തെ ഇവിടുത്തെ MLA ആയിരുന്ന സി മമ്മൂട്ടി ആദവനാട്ടെ ഭൂമി എടുക്കാൻ കഴിയില്ലെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് VCയോട് നിർദ്ദേശിച്ചു. ആ ഭൂമി VC പോയി നോക്കി. ശിഹാബ് തങ്ങൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം, അതിനോടനുബന്ധിച്ച 10 ഏക്കറാണ്. VCക്ക് സ്ഥലം തൃപ്തിപ്പെട്ടു. VC പറഞ്ഞു, അതിന്റെ ഉടമകളുമായിട്ട് നമുക്ക് നാളെ സംസാരിക്കാം. നാളെ സംസാരിക്കാം എന്ന് VC പറഞ്ഞതിന്റെ അന്ന് രാത്രി ആ ഉടമകളെ മുഴുവൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ ലീഗ് നേതാക്കന്മാര് പോയി കണ്ട് അത് വിലക്ക് വാങ്ങി ശിഹാബ് തങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലാക്കി. അല്ലെങ്കിൽ ഇന്ന് ശിഹാബ് തങ്ങൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലം അത് ചതുപ്പ് നിലമാണ്, പാടമാണ്. ആ സ്ഥലം എന്നിട്ട് തരം മാറ്റാൻ വേണ്ടി അന്നത്തെ UDF സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെയാണ് സർവകലാശാലക്ക് ഏറ്റെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഭൂമി ശിഹാബ് തങ്ങൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് വേണ്ടി ലീഗ് നേതൃത്വം തലേ ദിവസം വഞ്ചനയിലൂടെ കൈക്കലാക്കിയത്. പിന്നെ ഭൂമി വേണം, എന്തു ചെയ്യും? 21/5/2014 21/5/2014 UDF ഭരിക്കുന്ന കാലത്ത് 16-ലാണല്ലോ LDF സർക്കാർ വരുന്നത്. 21/5/2014 മാങ്ങാട്ടിരിയിൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമി അന്നത്തെ MLA സി മമ്മൂട്ടിയാണ് VCക്ക് കാണിച്ചു കൊടുക്കുന്നത്. ശിഹാബ് തങ്ങൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് ഏറ്റെടുത്ത സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇതാ മൂന്നാമതൊരു സ്ഥലം. ഇപ്പൊ ഏറ്റെടുത്ത സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് ഞാനല്ല, ഏതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകനല്ല. ശ്രീ അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് സി മമ്മൂട്ടി MLA ആണ്. അത് VC പോയി കണ്ടു. VC അതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ സ്ഥലം 8 മീറ്റർ വീതിയുള്ള PWD റോഡിന്റെ ഓരത്താണ് കിടക്കുന്നത്. അതിന്റെ 2 ഭാഗത്തുമായിട്ടാണ് ആ ഭൂമി കിടക്കുന്നത്. ക്യാമ്പസിന് വളരെ അനുയോജ്യമായ സ്ഥലമാണിത് എന്ന് ബന്ധപ്പെട്ടവരെ VC അറിയിച്ചു. കാണിച്ചു കൊടുത്തത് സി മമ്മൂട്ടി MLA. 4/6/2014 UDF ഭരിക്കുന്ന കാലത്ത് മാങ്ങാട്ടിരിയിൽ നേരത്തെ സ്ഥലം
MLA മമ്മൂട്ടി കണ്ടെത്തിയ 6.80 ഏക്കറിന്റെ കൂടെ 4.33 ഏക്കർ കൂടി ലഭിക്കുമെന്നും മൊത്തം 11.13 ഏക്കർ സ്ഥലം എത്രയും വേഗം വില നിശ്ചയിച്ച് ഏറ്റെടുക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ UDFന്റെ കാലത്തെ വൈസ് ചാൻസലർ അബ്ദുറബ്ബിന് അന്നത്തെ റവന്യൂ മന്ത്രിക്ക് കത്തെഴുതി. 6/10/2014 VC വൈസ് ചാൻസലർ ജില്ലാ കളക്ടർക്കും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകി. 29/10/2014 ഭൂമി ഏറ്റെടുക്കുന്നതിനും തരം മാറ്റുന്നതിനും നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ VCക്ക് കത്ത് നൽകി. 21/10/2014 കളക്ടറുടെ കത്ത് പ്രകാരം സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വെട്ടം ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിക്കുകയാണ്. 6/12/2014 സർവകലാശാലക്കായി ഏറ്റെടുക്കാൻ പോകുന്ന ഭൂമി പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള തീരുമാനം വെട്ടം ഗ്രാമപഞ്ചായത്ത് ഇറക്കുകയാണ്. അവർ തീരുമാനിക്കുകയാണ് സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാൻ. ഏത് ഭൂമി? ഇപ്പോ LDFന്റെ നേതാക്കന്മാരുടെ ഭൂമി എന്ന് ആക്ഷേപിക്കുന്ന ഭൂമി തരം മാറ്റാൻ അന്ന് ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് വെട്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ്. അന്ന് ലീഗായിരുന്നു വെട്ടം പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. 6/12/2014 നോട്ട് ദി ഡേറ്റ് 22/4/2015 ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വില നിശ്ചയിക്കുന്നതിന് DLPCയെ ചുമതലപ്പെടുത്തി അന്നത്തെ UDF സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഏത് ഭൂമി? ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി. ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് വില നിശ്ചയിക്കാൻ ജില്ലാതല ഭൂമി വാങ്ങൽ കമ്മിറ്റി, ആ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. 9/7/2015 മലയാള സർവകലാശാലയ്ക്ക് ഏറ്റെടുക്കുന്ന ഭൂമി പരിവർത്തിപ്പിക്കാൻ കൃഷി വകുപ്പ് ഉത്തരവ് നൽകി. ഏത്? ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന കണ്ടൽക്കാടുകളും ചതുപ്പുനിലങ്ങളും നിറഞ്ഞ ഭൂമി എന്ന് UDF പറയുന്ന ഭൂമി, അത് തരം മാറ്റാൻ തണ്ണീർത്തട നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് UDFന്റെ സർക്കാരിന്റെ കാലത്ത് കൃഷി വകുപ്പ് ഇറക്കി. ഡേറ്റ് വേണോ? 9/7/2015 ഉത്തരവ് നമ്പർ 123/2015 കൃഷി വകുപ്പ്. അപ്പൊ ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി തരം മാറ്റാൻ UDF സർക്കാർ തീരുമാനിച്ചു. 23/9/2015 ഈ ഭൂമിക്ക് വില നിശ്ചയിക്കാൻ ആരാ തീരുമാനിക്കുന്നത്? UDF. 2-ാം മാസം 2021 2-ാം മാസം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. 2-ാം മാസം ഇവിടുത്തെ സ്ഥലം MLA മമ്മൂട്ടിയുടെ നിർബന്ധപ്രകാരം DLPC കൂടി 17 ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. സെന്റിന് 1,70,000 രൂപയും നിശ്ചയിച്ചു. 1,70,000 രൂപ നിശ്ചയിച്ചത് ഞാനല്ല, LDF അല്ല, UDFന്റെ സർക്കാരാണ്. 17 ഏക്കറും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. കണ്ടൽക്കാടുകളും ഈ ചതുപ്പ് നിലവും നിറഞ്ഞ ഭൂമി. എന്നാൽ UDFന്റെ സർക്കാരിന്റെ കാലത്ത് എല്ലാ പ്രൊസീജിയറുകളും കംപ്ലീറ്റ് ആക്കി. അപ്പൊ ഇവരോട് പറഞ്ഞിരുന്നു ലീഗേര്, ഇവരന്നും പറഞ്ഞിരുന്നത് 1,60,000. അപ്പൊ പറഞ്ഞു, നിങ്ങൾ 1,70,000 എന്ന് പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്താ ഛേദം? അപ്പൊ എന്താ, 10,000 റുപ്യ ലീഗിന് ഒരു സെന്റുമേ. 1,70,000 1 കോടി എത്ര രൂപ കിട്ടും? 10,000 രൂപ 11 ഏക്കറിന് സെന്റുമേൽ എത്ര റുപ്യ കിട്ടും? 1.25 കോടി കിട്ടും. അത് ലീഗിന്. MLAക്ക് UDF സർക്കാർ അധികാരത്തിൽ വന്നു. ബെഞ്ച് മാർക്കിന്റെ അവിടെ കുറച്ച് സ്ഥലമുണ്ട് എന്നുള്ള
ഒരു മെമ്മോറാണ്ടം ബെഞ്ച് മാർക്കിൽ നിന്ന് കിട്ടി. LDF സർക്കാർ വന്നു. LDF സർക്കാർ വന്നപ്പോൾ ഞാനല്ലല്ലോ വിദ്യാഭ്യാസ മന്ത്രി. ഞാൻ 2018 വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നത്. അന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇടതുപക്ഷത്തിന്റെ ശക്തനായിട്ടുള്ള നേതാവ് C. രവീന്ദ്രനാഥാണ്. അദ്ദേഹത്തിന്റെ സമയത്താണ് ബെഞ്ച് മാർക്കിന്റെ അപേക്ഷ കിട്ടിയപ്പോ സർക്കാർ എന്ത് ചെയ്തു? ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ രൂപീകരിച്ചു. നേരത്തെ ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ശരി, ഒരു പുതിയ സ്ഥലം നിർദ്ദേശിക്കപ്പെട്ട സാഹചര്യത്തിൽ ആ സ്ഥലം ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം. സ്ഥലം വിസിറ്റ് ചെയ്തു. അപ്പൊ ചെല്ലുമ്പോ തന്നെ കുപ്പിക്കഴുത്തുമായിരുത്ത റോഡാണ്, 4 മീറ്റർ വീതിയുള്ള റോഡ്. ഒരു ബസ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വരെ അങ്ങോട്ട് പോരാൻ പറ്റൂല. ഇവര് പറഞ്ഞു ബെഞ്ച് മാർക്ക് സ്കൂളിലേക്ക് ബസ് ഇഷ്ടം പോലെ പോകുന്നുണ്ടല്ലോ. ബസ് പോകുന്നുണ്ട്, ശരിയാണ്. രാവിലെ അങ്ങോട്ടും പോവും, വൈകുന്നേരം ഇങ്ങോട്ടും വരും, ഒറ്റ ബസ്. പോയി നോക്കിയ ടെക്നിക്കൽ കമ്മിറ്റി പറഞ്ഞു ബെഞ്ച് മാർക്കിന്റെ സ്ഥലത്തേക്ക് 8 മീറ്റർ റോഡില്ല. ഒരു സർവകലാശാല കുപ്പിക്കഴുത്ത് പോലുള്ള റോഡുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അവര് പറഞ്ഞു ഇതിന് UDF സർക്കാർ നിശ്ചയിച്ച സ്ഥലമാണ് ഏറ്റവും അനുയോജ്യം. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. LDF സർക്കാർ വന്നപ്പോഴാണല്ലോ ഈ ബെഞ്ച് മാർക്കിന്റെ സ്ഥലം നിർദ്ദേശിക്കപ്പെട്ടത്. അപ്പൊ ഈ സർക്കാർ വന്നപ്പോൾ നിർദ്ദേശിച്ച ബെഞ്ച് മാർക്കിന്റെ സ്ഥലം യോജ്യമല്ല ഒരു സർവകലാശാല ഉണ്ടാക്കാൻ. സർവകലാശാല ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂമി UDFന്റെ കാലത്ത് അന്നത്തെ MLA നിർദ്ദേശിച്ച ഭൂമിയാണ്. MLA പിന്നെ തെറ്റാനുണ്ടായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ വീണ്ടും ഈ പർച്ചേസ് കമ്മിറ്റി കൂടാൻ വേണ്ടി പറഞ്ഞു LDF സർക്കാർ. അങ്ങനെ കൂടിയപ്പോഴാണ് സർക്കാർ ഏതായാലും പോയല്ലോ. ഇനിയിപ്പോ ലീഗേർക്ക് എന്തിനാ വെറുതെ 10,000 രൂപ കൊടുക്കണമെന്ന് അതിന്റെ ഉടമകൾ വിചാരിച്ചിരിക്കണം. ഞങ്ങള് 1,60,000 ഭൂമി തരാന്ന് പറഞ്ഞു. അത് പർച്ചേസ് കമ്മിറ്റി അംഗീകരിച്ചു. അങ്ങനെയാണ് ഈ ഭൂമി എടുക്കുന്നത്. ഭൂമി എടുക്കാൻ തീരുമാനിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. ആദവനാട്ടെ ഒരുപാട് ഭൂമി പിന്നീട് വാങ്ങിയ അവർക്ക് പിന്നെയാണ് ഇതിന്റെ ഗുട്ടൻസ് മനസ്സിലായത്. ആദ്യം സർവേക്കൊക്കെ ചെന്നപ്പോ മുമ്പൊക്കെ സർക്കാർ ആവശ്യത്തിന് സ്ഥലം എടുക്കുമ്പോൾ പൈസ കിട്ടൂല. ഈ സാധുക്കൾ അതാ വിചാരിച്ചത്, പൈസ കിട്ടൂല. പിന്നെയാണ് ഇതിന് പൈസ ഒക്കെ കിട്ടുന്നുള്ള ഒരു ബോധം വന്നപ്പോ ആദവനാട്ടെ കുറച്ച് ഭൂമി ഉടമകള് കുറെ ഭൂമിയൊക്കെ വാങ്ങിക്കണ്ട് ഇവിടെ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞങ്ങാണ്ട് ഹൈക്കോടതി പോയി. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇവരുടെ ഭൂമി പരിഗണിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കണം എന്ന് സർക്കാരിനോട് പറഞ്ഞു. അപ്പൊ സർക്കാർ എന്ത് ചെയ്തു? നിയമോപദേശം കിട്ടി സർക്കാരിന്. ആദവനാട്ടേക്ക് ഇത് പോവുകയാണ്. തിരൂരത്തെയാണ് സർവകലാശാല. അങ്ങനെ ഒരു തർക്കവും ഇവിടെ നടന്നുകൊണ്ടിരുന്നു. അപ്പോ സർക്കാർ ഇത് സിംഗിൾ ബെഞ്ചാണല്ലോ പറഞ്ഞിട്ടുള്ളത്, ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. നിയമോപദേശ പ്രകാരം ആ നിയമോപദേശം കിട്ടിയതിന്റെ ചുവട്ടിൽ ഞാൻ ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാ ജലീലിന്റെ ഒപ്പ്, ഇതാ ജലീലിന്റെ ഒപ്പ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒപ്പുണ്ടാവും, അത് സ്വാഭാവികം. അതിനെന്തിനാണ് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണത്? ഈടോ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആ കേസ് തള്ളി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദ് ചെയ്തു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി ആദവനാട്ടെ ഭൂ ഉടമ അലിയും കൂട്ടുകാരും. അല്ലാതെ ലീഗല്ല പോയത്, ഭൂ ഉടമ അലിയും കൂട്ടുകാരോ പോയത് സുപ്രീം കോടതി. സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം കോടതിക്ക് പറമ്പച്ചോടല്ല പണി എന്ന് പറഞ്ഞ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി തള്ളി. എന്നിട്ടാണ് ഈ ഭൂമി LDFന്റെ സർക്കാർ ഏറ്റെടുക്കുന്നത്. അപ്പോഴും മദ്രാസിലെ ഗ്രീൻ ട്രിബ്യൂണൽ, ഹരിത ട്രിബ്യൂണലിൽ ഇവർ പരാതി കൊടുത്തു. ഇത് ചതുപ്പ് നിലമാണ്, ഇവിടെ എന്തുണ്ടെന്നാണ്, കണ്ടൽക്കാടുകളുണ്ട്, അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കരുത്. അവസാനം ഹരിത ട്രിബ്യൂണലും പറഞ്ഞു, ആ കേസും തള്ളി. അങ്ങനെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി, ഹരിത ട്രിബ്യൂണൽ, വിജിലൻസ്, ഇവരെല്ലാം തള്ളി. ആ തള്ളിയ ഭൂമിയാണ് LDFന്റെ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്തത്. ഇവര് പറമ്പച്ചോടക്കാരായതുകൊണ്ട് ഇനി ആ ഗണത്ത് കൂട്ടിയിട്ടുണ്ട്, ഇനി ആ ഗണത്തിലാണ് കൂട്ടിയത്. അതിന് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളി. ഈ തിരൂര് ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് എന്നെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ തോന്നിയത്? എടോ 5 കൊല്ലം ഞാൻ ഇവിടെ ഇരുന്നു. ഇവിടുന്നാണ് ഞാൻ കോളേജിൽ പോയിരുന്നത്. നമ്മളെ പറവണ്ണ സ്റ്റോർ സലാംക്ക മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. ആ സലാംഖാനോട് ചോദിച്ചു നോക്ക്, ഈ 6 കൊല്ലത്തിനിടക്ക്
ഒരു സർവത്ത് കുടിച്ചിട്ട് ഞാൻ പൈസ കൊടുക്കാതെ പോയിട്ടുണ്ടോന്ന് ചോദിച്ചു നോക്കടോ. ഈ നാട്ടിലെ, ഈ തിരൂരിലെ ഓരോ കച്ചവടക്കാരനോടും ചോദിക്കടോ, ഓല പറ്റിച്ചിട്ടുണ്ടോ, ഓല വഞ്ചിച്ചിട്ടുണ്ടോ? മുളയിൽ അറിയാം മുളക്കരുത്തുന്ന. ഒരാള് കക്കണോനാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അറിയാം ഓൻ കക്കോ ഇല്ല എന്നുള്ളത്. ഒരു ലീഗേറിന് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലല്ലോ ഞാൻ 10 പൈസ വാങ്ങി. എനിക്ക് അതിലാണ് അഭിമാനമുള്ളത്. പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞത്? ഞങ്ങൾ രാജിവെപ്പിച്ചില്ലേ? എടോ, നിങ്ങൾ എങ്ങനെ രാജിവെപ്പിച്ചത്? നിങ്ങൾ എൻ്റെ പേരില്, ഞാൻ എൻ്റെ ബന്ധുവിനെ നിയമിച്ചു, ആ കമ്പനി നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യനും വരാത്ത സാഹചര്യത്തിൽ ഒരാളെ ഒരു കൊല്ലത്തേക്ക് ഡെപ്യൂട്ടേഷൻ നിയമിച്ചു. എന്നിട്ട് ലോകായുക്ത സിറിയക് ജോസഫിനെ നിങ്ങൾ വിലക്കെടുത്തു. വിലക്കെടുത്ത് നിങ്ങൾ എനിക്കെതിരായി വിധി ഉണ്ടാക്കിച്ചു. സാധാരണ ഒരാൾക്കെതിരെ വിധി പറയുമ്പോ അയാൾക്കൊരു നോട്ടീസ് കൊടുക്കണ്ടേ? അയാളോടൊന്ന് ചോദിക്കണ്ടടോ. നിങ്ങൾക്ക് എതിരായി ഇങ്ങനെ ഒരു പരാതി കിട്ടിയിരിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത് എന്ന് എന്നോട് ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കാതെ, എനിക്കൊരു നോട്ടീസ് അയക്കാതെ എനിക്കെതിരായി വിധി ലോകായുക്ത എന്ന് പറയുന്ന സിറിയക് ജോസഫ് എന്ന ജഡ്ജിയെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചതിന്റെ പിന്നിൽ നിങ്ങളും സിറിയക് ജോസഫും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഞാൻ പറയാം. എന്താണ് ആ ബന്ധം എന്നറിയോ? ജനുവരി 25-ാം തീയതി 2005, ജനുവരി 25, 2005 കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ആ വിധി പുറപ്പെടുവിച്ചവരിൽ ഒരാൾ ലോകായുക്ത സിറിയക് ജോസഫാണ്. എന്തായിരുന്നു വിധി? 4 ആളുകൾ കൊല ചെയ്യപ്പെട്ട കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു വിധി. 2 പെൺകുട്ടികൾ കോഴിക്കോട് റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. ആ പെൺകുട്ടികൾ ഇറങ്ങി ഓടി എന്ന് പറയപ്പെടുന്ന ബിൽഡിങ്ങിന്റെ 2 വാച്ച്മാൻമാർ ദുരൂഹ സാഹചര്യത്തിൽ 1 മാസത്തിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായി വലിയ ആക്ഷേപവും ആരോപണവും ഉയർന്നു. ഈ കേസ് ഹൈക്കോടതിയിലെത്തി. ആ ഹൈക്കോടതിയിൽ 2004 എത്തിയ കേസ് ജനുവരി 25, 2005 കോടതി വിധി പറഞ്ഞു. വിധി പറഞ്ഞവരിൽ ഒരാൾ സിറിയക് ജോസഫ് എന്ന് പറയുന്ന ലോകായുക്തയാണ്. ആ വിധി ഇങ്ങനെയാണ്: These 3 writ petitions have been filed as pro bono publico seeking action against Mr. PK Kunyalikutti, who was a cabinet minister in the present government. ആ വിധിയുടെ രത്ന ചുരുക്കം വിധിയുടെ ആരംഭത്തിൽ പറയുകയാണ്. 3 പേര് അന്നത്തെ കാബിനറ്റ് മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായി പൊതു താൽപര്യ ഹർജി എന്നുള്ള നിലയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഹർജിയിലാണ് ഈ വിധി പറയുന്നത്. എന്നിട്ട് അവസാനം in view of what is stated above, we dismiss writ petitions. ഈ വിധിയുടെ അവസാനത്തെ വാക്കാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള എല്ലാ ചാർജുകളും കോടതി ഡിസ്മിസ് ചെയ്യുന്നു എന്ന് വിധി പറഞ്ഞ സിറിയക് ജോസഫ് എന്ന് പറയുന്ന ജഡ്ജി. ആ ജഡ്ജി ലോകായുക്തയായി. അപ്പൊ അന്ന് ഈ വിധി പറഞ്ഞതിന് ലോകായുക്തക്ക്, സിറിയക് ജോസഫിന്, അന്നത്തെ ഹൈക്കോടതി ജഡ്ജിക്ക് പാരിതോഷികം കൊടുത്തു ലീഗ്. എന്താണ് പാരിതോഷികം കൊടുത്തത്? സിറിയക് ജോസഫിന്റെ അനുജൻ ജെയിംസ് ജോസഫിന്റെ ഭാര്യ ജാൻസി ജെയിംസിനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് അന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് ഡോക്ടർ സിറിയക് തോമസ് എന്ന് പറയുന്ന MG യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കണം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പേരായിരുന്നു. സിറിയക് തോമസിന്റെ പേര് വെട്ടി സിറിയക് ജോസഫ്, ജഡ്ജ് സിറിയക് ജോസഫിന്റെ അനുജൻ ജെയിംസ് ജോസഫിന്റെ ഭാര്യ ജാൻസി ജെയിംസിനെ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി. എന്നാണ് വൈസ് ചാൻസലറാക്കിയത്? എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്.
ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കെതിരായിട്ട് ഒരു കേസിന് പോകാൻ ഈ ജഡ്ജി എന്താ തയ്യാറാവാത്തത്? ഒരു ജഡ്ജിയുടെ വിധിക്കെതിരായി പരസ്യമായി ഞാൻ പറയുന്നു, എന്താ തയ്യാറാവാത്തതെന്നറിയോ? ഇത് റീ ഓപ്പൺ ചെയ്താൽ കള്ളത്തരം വെളിവാകുമെന്ന് ആരെക്കാളും അധികം ജഡ്ജിക്കറിയാം. അതുകൊണ്ടാണ് പോകാത്തത്. ഞാൻ ഫിറോസിനെ വെല്ലുവിളിക്കുന്നു, ജഡ്ജി പോയില്ലെങ്കിൽ താൻ പോകും, നിങ്ങൾ പോ. ഇങ്ങനെ മഹാനായിട്ടുള്ള ഒരു ജഡ്ജിയെ സമൂഹ മധ്യത്തിൽ താറടിച്ചു കാണിക്കുന്നു. ഈ ജഡ്ജിയാണ് അഭയ കേസിൽ 1-ാം പ്രതിയായിരുന്ന ഫാദർ കോട്ടൂരിനെ രക്ഷിക്കാൻ വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ നുണപരിശോധന നടത്തിയ, അന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നാർക്കോട്ടിക് അനാലിസിസ് നടത്തിയത്, നുണപരിശോധന നടത്തിയ ലബോറട്ടറിയിൽ ഈ സിറിയക് ജോസഫ് പോയിട്ട് ആ ഫലം അട്ടിമറിക്കാൻ വേണ്ടി നോക്കി. അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് പ്രതികൾക്ക് ചോർത്തിക്കൊടുത്തു. CBIയുടെ കുറ്റപത്രത്തിൽ അതുണ്ട്. അങ്ങനെ ട്രാക്ക് റെക്കോർഡുള്ള, പണം കൊടുത്താൽ സ്വാധീനിക്കാൻ കഴിയുന്ന സിറിയക് ജോസഫിനെ സ്വാധീനിച്ച് 1 കൊല്ലം ഡെപ്യൂട്ടേഷൻ. അത് ആർക്കോ ആവട്ടടോ, ഡെപ്യൂട്ടേഷൻ അല്ലേ, സ്ഥിരജോലിയല്ലല്ലോ. 1 കൊല്ലം കഴിഞ്ഞാൽ അയാള് അവിടെ നിന്ന് തിരിച്ചുപോയി തന്റെ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലേക്ക് പോകും. ആ കേസിലാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്. അന്നത്തെ ലോകായുക്ത നിയമം അനുസരിച്ച് 14-ാം വകുപ്പ് അനുസരിച്ച് ലോകായുക്തയുടെ നിയമത്തിനെതിരായിട്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അപ്പീല് പോകാൻ പോലും കഴിയില്ല. അയാൾ എന്താണോ വിധിക്കുന്നത് അത് നടപ്പിലാക്കിക്കൊള്ളണം. ആ നിയമമാണ് കേരള നിയമസഭ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത്. ലോകായുക്ത നിയമം ഭേദഗതി ചെയ്തത്. ഇനി ഒരു കുഞ്ഞാലിക്കുട്ടിമാർക്കും ഒരു ഫിറോസുമാർക്കും ഒരു ജലീലിനെ ഇങ്ങനെ ചതിച്ച് പണം കൊടുത്ത് ഇവനെ പോലുള്ള ആളുകളെ സ്വാധീനിച്ച് വിധി പറയിപ്പിക്കാൻ ഒരവസരമുണ്ടാവരുത് എന്ന് സർക്കാർ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ നിയമം അവര് ഉപയോഗപ്പെടുത്തിയത്. ഞാൻ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പറഞ്ഞു, നിലവിലുള്ള ലോകായുക്ത നിയമം അനുസരിച്ച് അപ്പീൽ അതോറിറ്റി അല്ല ഹൈക്കോടതി. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും പറഞ്ഞു, നിലവിലുള്ള കേരളത്തിലെ ലോകായുക്ത നിയമം അനുസരിച്ച് ആ വിധിയുടെ അപ്പീൽ അതോറിറ്റി അല്ല സുപ്രീം കോടതി. അതുകൊണ്ടാണ് ആ 2 അപ്പീലുകളും തള്ളിയത്. ഇതാണ് ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത കുറ്റം എന്താണ്? 2006 കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചു. ആ തോൽപ്പിച്ചതിന് പകരം വീട്ടാൻ തവനൂരിൽ അവർ ഒരുപാട് നോക്കി, നടന്നില്ല. എന്നാ പിന്നെ സിറിയക് ജോസഫിനെ വിലക്കെടുത്ത് പണ്ട് ഐസ്ക്രീം പാർലർ കേസിൽ തനിക്കനുകൂലമായി വിധി വാങ്ങിയതുപോലെ ജലീലിനെതിരായിട്ട് വിധി വാങ്ങാം എന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചു. അതിന്റെ ഫലമായിരുന്നടോ ആ വിധി. ജാൻസി ജെയിംസിനെ VC ആക്കി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി പുറപ്പെടുവിച്ചത് 15/11/2004. 15/11/2004. ആ വിധി, ആ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ് കൃത്യം 2 മാസം കഴിയുന്നില്ല. അപ്പോഴാണ് ജനുവരി 25, 2005 കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള സിറിയക് ജോസഫ് ഉൾപ്പെടുന്ന ബെഞ്ചിന്റെ വിധി വരുന്നത്. ഒരു സർവകലാശാലയുടെ VC സ്ഥാനം കൊടുത്തു. പൈസയും കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം അന്ന് ഞാൻ ലീഗിലായിരുന്നല്ലോ. അപ്പൊ അന്ന് എനിക്കറിയാം ഇയാളെ സ്വാധീനിക്കാൻ വേണ്ടി അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ആളാണ് ഈ ആള് എന്ന് ഞാൻ ഈ വിധി വന്നതിന് ശേഷം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇവൻ എന്താണ് ഇത്തരം ഒരു വിധി പുറപ്പെടുവിക്കാനുള്ള കാരണം എന്ന് അന്വേഷിച്ചു. കാരണം എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? എന്നെ ഒന്ന് വിളിച്ച് കൂട്ടിൽ കയറ്റി നിർത്തിയിട്ട് ഈ കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടേ? ഒരിക്കൽ പോലും ഒരു കോടതിയിലും വിളിക്കാതെ, ഒരു നോട്ടീസ് എനിക്ക് അയക്കാതെ എനിക്കെതിരായി വിധി പ്രസ്താവിച്ച ജഡ്ജ് അന്യായം ചെയ്തു എന്ന് മാത്രമല്ല, പെൺവാടിപ്പക്കാർക്കും കൂട്ടിക്കൊടുപ്പുകാർക്കും കൂട്ടുനിന്നു. അതാണുണ്ടായത്. അങ്ങനെയാണോ നിങ്ങൾ എന്നെ തോൽപ്പിച്ചത്?
അല്ലാതെ മുഖാമുഖം നിന്ന് നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കഴിയില്ല. ആ ഉറപ്പ് എനിക്കുണ്ട്. കാരണം ഞാന് അന്യായമായി ഒരു മനുഷ്യന്റെ ഒരവകാശവും ഒരു ചില്ലി പൈസയും കവർന്നെടുത്തിട്ടില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അപ്പൊ ഇവർ ചോദിക്കുന്നത്, എന്തിനാണ് ഖുർആൻ പിടിച്ചൊക്കെ സത്യം ചെയ്യുന്നത്? ഞാൻ ഖുർആൻ പിടിച്ച് സൈനുദ്ദീനോട് അല്ലെങ്കിൽ ഹംസക്കുട്ടിനോട് സത്യം ചെയ്യാൻ പോയിട്ടുണ്ടോ? ഗഫൂറിനോട് സത്യം ചെയ്യാൻ പോയിട്ടുണ്ടോ? സൈനുദ്ദീനോട് സത്യം ചെയ്യാൻ പോയിട്ടുണ്ടോ? ലീഗരോട് അതല്ലാതെ വേറെ മരുന്നില്ല. കാരണം ഖുർആൻ കണ്ട പാഞ്ഞ് കഴിച്ചിലാവൂല്. ഖുർആന് നേരെ വിരുദ്ധമായി ജീവിക്കുന്നവരാണവർ. ഞാൻ ഖുർആൻ ഇന്ന് മാത്രമല്ല പിടിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, 2006 എന്നെ പുറത്താക്കിയ സമയത്ത് എനിക്കെതിരായി മുസ്ലിം ലീഗ് വലിയ ഒരു ആരോപണം ഉന്നയിച്ചു. എന്തായിരുന്നു ആരോപണം? ഞാൻ ഗൾഫ് പോയിട്ട് പണം പിരിച്ചു, അനധികൃതമായി പണപ്പിരിവ് നടത്തിയതിന് ജലീലിനെ പുറത്താക്കിയെന്ന്. അന്ന് ഞാൻ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് അവിടെ നിന്ന് ആയിരക്കണക്കിന് വരുന്ന ആളുകളോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ഈ ഖുർആൻ സാക്ഷി. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്റെ നാട്ടുകാരോട് ഞാൻ പറഞ്ഞു, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരാൾക്ക് വല്ലതും ഞാൻ കൊടുക്കാനുണ്ടോ? കടകളിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പണം നൽകാതെ പോയിട്ടുണ്ടോ? പറ നിങ്ങൾ. അങ്ങനെയുള്ള എന്നെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഈ ഖുർആൻ സാക്ഷിയാക്കി നിങ്ങൾക്ക് എനിക്കെതിരായി കൊണ്ടുവന്ന ആരോപണം സത്യമാണെന്ന് പറയാൻ കഴിയുമോ എന്ന് ഞാൻ അന്ന് വെല്ലുവിളിച്ചു. അവിടെ നിന്നായിരുന്നു തുടക്കം. ആ തുടക്കമാണ് ഇന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്ന അവസ്ഥയിൽ ഈ വിനീതനെ എത്തിച്ചത്. ഖുർആൻ പിടിച്ച് സത്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് നൂറുകണക്കിന് പള്ളികളുടെ കാളിയാണ്. കാളി എന്നുള്ള നിലയിൽ ഇന്ത്യൻ ഭരണഘടനയല്ല മതവിധി നടത്താൻ വേണ്ടി അടിസ്ഥാനമായി സ്വീകരിക്കുക, ഖുർആനാണ്. നിങ്ങൾക്ക് എന്താ ഖുർആനോട് ഇത്ര പുച്ഛം? പള്ളിയുടെ കാളിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഷീർ അലി ശിഹാബ് തങ്ങൾ, റഷീദ് അലി ശിഹാബ് തങ്ങൾ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ ഒരു കാര്യം വന്നാൽ, ഒരു മതവിധി കാളി കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ ഖുർആനല്ലേ ആധാരമായിട്ട് സ്വീകരിക്കുക, അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയാണോ? ആ ഖുർആനാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചത്. സത്യമായതുകൊണ്ടാണ് ഉയർത്തിപ്പിടിച്ചത്. കളവിന് ഖുർആൻ ആരെങ്കിലും ഉയർത്തിപ്പിടിക്കോ? ആ ധൈര്യം ആർക്കുണ്ടാകും? പ്രിയപ്പെട്ടവരെ, കള്ളപ്രചരണം നടത്തുകയാണ് ഇവർ. ചില വസ്തുതകൾ മുന്നോട്ട് കൊണ്ടുവരികയും മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ചില കള്ളത്തരങ്ങൾ തുറന്നു പറയുകയും ചെയ്തപ്പോ എന്നെ ഒരു അഴിമതിക്കാരനാക്കാൻ എന്നാക്കെടുക്കട്ടെ. ഇവനക്ക് ഒന്ന് 6 കൊല്ലം മുമ്പ് ഈ മലയാളം സർവകലാശാല പ്രശ്നം അടിയന്തര പ്രമേയമായിട്ട് നിയമസഭയിൽ വന്നതാ. അന്ന് ഞാനാണ് അതിന് മറുപടി പറഞ്ഞത്. അന്ന് ലീഗിന്റെ MLA ഓടിയ ഓട്ടം പുല്ല് മുളച്ചിട്ടില്ല. പിന്നെ അവിടെ എടോ മുസ്ലിം ലീഗിന്റെ MLA 15 കുട്ടികളില്ലേ അവിടെ? ഈ 15 പേരിൽ ഏതെങ്കിലും ഒരുത്തൻ എനിക്കെതിരായിട്ട് അഴിമതി ആരോപണം എഴുതി കൊടുക്കട്ടെ സ്പീക്കർക്ക്. അടിയന്തര പ്രമേയം കൊണ്ടുവരണ്ട, അത് മുമ്പ് കൊണ്ടുവന്നപ്പോ തള്ളി എന്നുള്ള സാങ്കേതികത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കെതിരായി അഴിമതി ആരോപണം എഴുതി കൊടുക്കുക. CBIക്ക് കേസ് കൊടുത്തടോ. NIA യും കസ്റ്റംസും ED-യും ആമന പരിശോധിക്കണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് പരിശോധിച്ചിട്ട് 10 പൈസ ഇന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അവസാനം ED ചോദിച്ചു, എന്തെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് തരണോന്ന് ചോദിച്ചു. റിയലി എന്റെ എല്ലാ അക്കൗണ്ടും പരിശോധിച്ചു. അങ്ങനെ പാരമ്പര്യമുള്ള ഒരാൾക്ക് ഏതന്വേഷണം വന്നാൽ എന്ത് ചുക്ക് ലീഗിനെയും യൂത്ത് ലീഗിനെയും വെല്ലുവിളിക്കുന്നു. ഈ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അതിന് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിൽ 1 രൂപ, 1 നയാ പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും. നിങ്ങൾ CBIക്കോ ഏത് ഏജൻസിക്ക് കൊടുത്തോ 100 വട്ടം സ്വാഗതം, 100 വട്ടം. പിന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുഴുവൻ നടത്തിയത് ഞാൻ ഇവിടുന്ന് ഒരാളെടുത്തുനിന്ന് ഒരു പൈസയും വാങ്ങിയിട്ടില്ല.
ഇവിടെ എത്ര മുതലാളിമാരുണ്ട് ഇന്ന പരിചയമുള്ള? ഞാൻ 4 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. 4 തെരഞ്ഞെടുപ്പിൽ. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മുതലാളി പറയട്ടെ, ജലീൽ എന്നെ വിളിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പൈസ ചോദിച്ചിട്ട്. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തകരാണ്. ഇടതുപക്ഷ പാർട്ടിക്കാരാണ് ഓരോ ആളുകളുടെയും തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വരൂപിക്കുന്നത്. വളരെ അടുപ്പം കൊണ്ട് ജീവിതത്തിൽ 10 പൈസ എന്നെ കൊണ്ട് ഉപകാരം കിട്ടാത്ത ആളുകളാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് എന്തെങ്കിലും കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതും ഞാൻ നേരിട്ട് ഒന്നും വാങ്ങാറില്ല. അതൊക്കെ ലീഗിന്റെ പാരമ്പര്യ. മുസ്ലിം ലീഗില് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ള എന്റെ വലിയ കാര്യമാണ്. കാരണം എന്താ? നടന്ന് പിരിക്കാം, എല്ലാരും കണ്ട് പിരിക്കന്നെ. അല്ല, ഞാൻ മത്സരിക്കുന്നുണ്ട്, എന്തെങ്കിലും തരണം. എന്റെ മണ്ഡലത്തിൽ, തവനൂർ മണ്ഡലത്തിൽ പോയി നോക്കിങ്ങൾ, അവിടെ എത്ര സമ്പന്നരുണ്ട്, എത്ര പണക്കാരുണ്ട്. ഈ 3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരാളെടുത്തുനിന്ന് ഒരു 10 റുപ്യ ഞാൻ ചോദിച്ചെന്ന് ഒരാള് പറഞ്ഞാൽ മതി. ഒരാള് ചോദിച്ചിട്ടില്ല. ആ ശീലം മുമ്പേ ഇല്ല, ഇങ്ങോട്ട് ഉണ്ടാവില്ല. അത് ലീഗിലായിരുന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. ലീഗിൽ എത്ര പ്രമാണിമാരുണ്ടായിരുന്നു? ലീഗിൽ സാമ്പത്തിക കുറ്റം എന്ന് പറഞ്ഞതൊരു കുറ്റമേ അല്ല. ലീഗില് തട്ടിപ്പ് നടത്തുക, മുണുങ്ങുക എന്ന് പറയുന്നത് ഹലാലായ കാര്യമാണ്. ഓനക്ക് സ്ഥാനക്കയറ്റാണ് കൊടുക്കുക. കാരണം എന്താ? ഓൻ നല്ല മെച്ചമുള്ളവനാട്ടോ, എന്താ ഓന്റെ യോഗ്യത? അതാണ് പറയാ ലീഗിന്റെ സാധാരണ പ്രവർത്തകർ. എന്നാലും ഓൻ പറ്റിച്ചല്ല. അങ്ങനെ ഓനൊരു സമ്മതിക്കണം കേട്ടോ, ഓനെ സമ്മതിക്കണം. ഇതാടോ ലീഗിൽ പറയാ. അന്ന് സാധാരണ പറയാറില്ലേ നമ്മള്, വലിയൊരുനാളും അല്ല ഈ 25-ആവും വെള്ളിയാഴ്ചയായിട്ട് പാപ്പ പള്ളിയിൽ പോയിട്ടില്ല, ലീഗിലായിട്ട് കട്ടിട്ടില്ല. എന്നിട്ടല്ലേ പിന്നെ ഇടതുപക്ഷത്ത് വന്നിട്ട് കക്കുക, അഴിമതി നടത്തുക. ഇതുണ്ടെങ്കിൽ ലീഗിലുണ്ടാവുമ്പോ കക്കണ്ടേ, അഴിമതി നടത്തണ്ടേ, ഏതെങ്കിലും ഒരുത്തൻ്റെ അടുത്ത് 10 റുപ്യ വാങ്ങണ്ടേ? അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ടല്ലേ ഇപ്പോ ഇടതുപക്ഷത്ത് വന്നിട്ട് നടത്തുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കള്ളപ്രചരണങ്ങളാണ്. ഞാൻ സംസാരിച്ചത് തെളിവുകൾ വെച്ചാണ്. ഈ തെളിവുകളാണ് എന്നും ഇവർക്കെതിരായിട്ടുള്ളത്. മുസ്ലിം ലീഗും യൂത്ത് ലീഗും നടത്തുന്ന ഈ തോന്നിവാസങ്ങൾക്കെതിരായി, ആളുകളെ പറ്റിക്കുന്നതിനെതിരായി ഇപ്പൊ ലീഗേര് ഒരുപാട് സംരംഭങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ബിസിനസ് സംരംഭങ്ങൾ, ഷെയർ പിരിക്കാൻ വേണ്ടിയിട്ട്. ലീഗിന്റെ അനുഭാവികളായിട്ടുള്ള നല്ല സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, 5 പൈസ ഷെയർ എന്നും പറഞ്ഞിട്ട് ലീഗേരടുത്ത് നിങ്ങൾ കൊടുത്തു പോകരുത്. 50 കോടിയാണ് TP ഹാരിസ് എന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ആൾക്കാരെ പറ്റിച്ചത്. എന്ത് പറഞ്ഞിട്ടാ വാങ്ങിയതെന്നറിയോ? 1 കോടി വാങ്ങി, 2 കോടി വാങ്ങി, 50 ലക്ഷം വാങ്ങി. ജില്ലാ പഞ്ചായത്തിന്റെ വർക്കുകളിൽ ഷെയർ കൂട്ടാം. ഇങ്ങനുണ്ട് ഒരു മനുഷ്യൻ. ഇവരൊക്കെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാല് സെക്രട്ടേറിയറ്റിന്റെ അടിയാധാരം പണയം വെച്ച് പൈസ എടുത്ത് പോകൂലേന്ന്. ഈ ലീഗൊക്കെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ സെക്രട്ടേറിയറ്റിന്റെ ഈ ഫിറോസ് ഒന്നും കഴിഞ്ഞ തവണ സത്യത്തിൽ അബ്ദുറഹ്മാന് വലിയൊരു സേവന ചെയ്തത്. ഇവനെ പോലുള്ള ആൾ അവിടുന്ന് ജയിച്ചു വന്നിരുന്നെങ്കിൽ പ്രതിപക്ഷത്താണെങ്കിലും എനിക്ക് പ്രശ്നമാവില്ല. സെക്രട്ടേറിയറ്റിന്റെ ആധാരം പണയപ്പെടുത്തിങ്ങാണ്ട് ഒരു 4 കമ്പനി അമേരിക്കയിൽ തുടങ്ങാൻ വേണ്ടി നോക്കുക. ആ ജാതിയാണ് ആൾക്കാർ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഷെയർ കൊടുക്കരുത്. ഓൽക്കൊരു 10,000-15,000 ഉറുപ്പ്യ കൊടുക്കുക. അതേറ്റ് മുങ്ങുകയാണെങ്കിൽ മുങ്ങിക്കോട്ടെ. 10,000-ത്തിനപ്പുറത്തേക്ക് 1 ഉറുപ്പ്യ ലീഗിന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ലീഗിന്റെ ഒരു നേതാവിനെയും ഏൽപ്പിക്കരുത്. ആ പാലും കമ്പനി, ഈ ഫാം, ഇപ്പൊ ഒരുപാട് പാലും കമ്പനിക്കാരിറങ്ങിക്കുന്നു. ഇവിടെ മിൽമ തന്നെ നിക്കക്കള്ളി ഇല്ലാതെ അങ്ങനെ എരിവിരി കൊള്ളുകയാണ്, നിലനിൽപ്പിന് വേണ്ടി പൊരുതുകയാണ്. അപ്പോഴാണ് ഒരു പാലും കമ്പനിയായിട്ട് ലീഗേരൊക്കെ കൂടി. ആകെ 100 കോടി ഉറുപ്പ്യക്ക് ഉള്ള സാധനത്തിന് 10,000 കോടി പിരിക്കു വരും. എന്നിട്ടൊരു 10-15 മാസം എന്തെങ്കിലുമൊക്കെ കൊടുക്കും നക്കാപ്പിച്ച. പിന്നെ പറയും അത് പൊളിഞ്ഞു പറയും. അൽ ഫാത്തിഹ. അതന്നെ എല്ലാരും ഫാത്തിഹ ഓതി ഒന്നും ദ്വാരന്ന് കുടി പോവുക എന്ന് പറയും.
അപ്പൊ പൈസ പോകാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ലീഗിന്റെ സുഹൃത്തുക്കൾ, മുസ്ലിം ലീഗുകാര് യാതൊരു പ്രൊഫഷണലിസവും ഇല്ലാതെ കച്ചവടം എന്നൊക്കെ പറഞ്ഞു വരുന്നതിൽ വീണു പോകാതെ സൂക്ഷിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട്, കാരണം അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്ക് അവര് വഞ്ചിക്കപ്പെടുന്നത് കാണാനുള്ള പ്രയാസം കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എന്നുകൂടി ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.